ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുസോണിക് ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് അബൌട്ട് ഗാന്ധിജി ലീഡർഷിപ്പ് ആൻഡ് ഏർലി സ്ട്രഗിൾസ്. അപ്പോൾ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിനെ പറ്റിയും ഏർലി സ്ട്രഗിൾസിനെ പറ്റിയും എഴുതാനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് 10 മുതൽ 12 മാർക്കിന് വരെ വെയിറ്റേജ് ഉള്ള ഒരൊറ്റ ചാപ്റ്ററാണിത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 മാർക്കിനും 3 മാർക്കിനും അതേപോലെ എസ് എ ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഇന്നും പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ചമ്പാരൻ ടു കേദ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? 3 ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇൻഡിഗോ, കൾട്ടിവേഷൻ, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിതിൽ പറയുന്നത്. അപ്പോൾ അത് നോക്കുക. റൈറ്റ് ഇനി 2 പോയിന്റ് ഓൺ റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിൻ്റെ ഒരു 2 പോയിന്റ് എഴുതാനാണ് പറഞ്ഞേക്കണേ. ലിസ്റ്റ് ഔട്ട് ദ മെത്തേഡ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ മെത്തേഡ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. അതിനെക്കുറിച്ച് കുഞ്ഞ് ഷോർട്ട് നോട്ട് ചെയ്യാൻ. സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അതുപോലെ INA കുറിച്ച് എഴുതാനുള്ള ആ കുറച്ച് പോയിന്റ്സ് ഇല്ലേ അത്. ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നോക്കണം. ചൗരി ഇൻസിഡൻറ്റ് നോക്കണം. സൈമൺ കമ്മീഷൻ നോക്കി വെക്കുക. അതേപോലെ തന്നെ വാട്ട് ആർ ദി ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ ലേബേഴ്സ് ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്. പിന്നെ പാരലൽ ഗവൺമെന്റ്സ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലെ ഒരു 3 പാരലൽ ഗവൺമെന്റ്സ് ഉണ്ട്, അത് നോക്കി വെക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് HSRA ഓർഗനൈസേഷൻ. അപ്പോൾ HSRA ഓർഗനൈസേഷനിൽ ആരാണ് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ച് ഈ ചാപ്റ്റർ ഫുൾ സെറ്റായി. അത്രേ ഉള്ളൂ.